Hey guys, it's me, your Salhaq. Hmm? La 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 la. Peekaboo. കുറച്ച് ചെറിയ മഴയുണ്ട്. ഞങ്ങൾക്ക് അവിടെയാണെന്നായിരിക്കും നിങ്ങൾ നോക്കുന്നത്. ഞാൻ എറണാകുളത്ത് വന്നേക്കാണ്. ഇന്നാണ് എൻ്റെ എൻറോൾമെൻറ്റ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറച്ച് പേടിയുണ്ട്. എന്താകും എങ്ങനാകും എന്നൊക്കെ ഓർത്തിട്ട്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നായിരുന്നു. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാവോ എന്നറിയത്തില്ല. ഇവിടെ ഒരു റൂം എടുത്തു. ഒന്നാമത് തലവേദനയൊക്കെ ഉള്ള ഒരാളാണ്. ഇപ്പം രാത്രി യാത്ര ചെയ്ത് എനിക്ക് 8 മണിക്ക് സെക്ഷനാണ്, രാവിലത്തെ സെക്ഷനാണ്. അപ്പോൾ 8 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ റൂം എടുത്തത് അത് ബെസ്റ്റ് ഓപ്ഷനായിട്ടേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം ഗൈസ്. രാവിലത്തെ വ്യൂ ഇപ്പം 6 മണി കഴിഞ്ഞ് ലേറ്റായി, കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ് ഒരു 7:30 ഇവിടെ നിന്ന് ഇറങ്ങണം. ഒത്തിരി ദൂരമുണ്ട്, കുറച്ച് ദൂരമുള്ളൂ. നമുക്കൊന്നും നടക്കാം, അല്ലെങ്കിൽ ഓട്ടോ വിളിക്കാം എന്നാണ് തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ അകത്തിരുന്ന് വീഡിയോ എടുക്കാത്ത എന്നാന്ന് വെച്ചാൽ അവരെല്ലാവരും എഴുന്നേറ്റൊക്കെ വന്ന് രാവിലത്തെ തിരക്കും ബഹളമൊക്കെയാണ്. ഞാൻ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇത്ര ന്യൂസും സംഭവത്തെ. ഞാൻ ഇവിടെ വെളിയിലത്തെ വ്യൂ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുങ്ങുന്നതുമൊക്കെ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോ എന്തോരം എടുക്കാൻ പറ്റും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. ഞാൻ ഇവരുടെ ആരുടെയെങ്കിലും ഫോൺ കൊടുത്തിട്ടായിരിക്കും വീഡിയോ എടുത്തിരുന്നത്. നോക്കാം. നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടല്ല വെയിറ്റ് ചെയ്ത് കഴിച്ചെല്ലാം കഴിഞ്ഞ് കുളമാകാതിരുന്നാൽ മതിയായിരുന്നു. വ്യൂ കാണിച്ചു തരാം. അവിടെ ഒരു ജിമ്മാണത്. രാവിലെ തന്നെ എല്ലാവരും വന്ന് വർക്കൗട്ടൊക്കെ ചെയ്യണം. ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ റൂം കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ കാണിക്കാം. ഇതാട്ടോ ഗൈസ് നമ്മൾ നിന്ന റൂം. അത്യാവശ്യം നല്ല റൂമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ പോയി കണ്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിക്കറിയില്ല ജസ്റ്റ് രാവിലെ തൊട്ടുകൂടെ കോഴി പോകുന്നുണ്ട്, എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ഇത്ര വലിയ ടൗണിൽ വീഡിയോ വയ്ക്കും. ഗൈസ് എനിക്ക് ചേച്ചിയാണ് ഹെയറും മേക്കപ്പും ഒക്കെ ചെയ്തു തന്നത്. അപ്പു അമ്മയുമാണ് സാരി ഉടുപ്പിച്ച് തന്നത്. ആൻഡ് ഗൈസ് ഈ ബ്ലൗസിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അങ്ങനെ സാരി ഉടുക്കാറില്ലാത്തതുകൊണ്ട് ഒരു ടോപ്പ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ പിന്നെ ഉപയോഗിക്കാമല്ലോ. പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവസാന നിമിഷം ഞങ്ങൾക്ക് തുണിയെടുത്ത് തയ്ക്കാമെന്ന് തീരുമാനിക്കേണ്ടി വന്നു. പക്ഷേ കടയിൽ കൊണ്ടുപോയപ്പോഴാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ആരും തയ്ച്ചു തരില്ല എന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു അശോകൻ ചേട്ടൻ്റെ കടയിൽ കൊണ്ടുപോയി കൊടുത്തു. പിറ്റേ ദിവസം 5 മണിക്കുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ 5 മണി വരെ ഞാൻ അവിടെ ഇരുന്ന് തയ്പ്പിച്ച് അത് വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. ആൻഡ് 8 നോക്കിയപ്പം അവസാനം നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ് കാണാൻ. ഒരുക്കൊക്കെ കഴിഞ്ഞപ്പോൾ ലേറ്റായി പോയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നില്ല, പ്രാർത്ഥിച്ചിറങ്ങി. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരിത്തിരി ലേറ്റായി പോയായിരുന്നു. എല്ലാവരും ഓഡിറ്റോറിയത്തിനുള്ളിൽ കയറി തുടങ്ങിയായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ സീറ്റ് അവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അച്ചാച്ചനും അമ്മച്ചിക്കൊന്നും സീറ്റ് കിട്ടിയില്ല. അവർ ഫുൾ ടൈം അവിടെ നിന്നാണ് കണ്ടത്. പിന്നെ എൻ്റെ കോളേജിലുണ്ടായിരുന്ന അലീന, ജോയൽ, ഋഷി ഞങ്ങളെല്ലാം സെയിം ബാച്ചായിരുന്നു. ജോയലും ഞാനും അടുത്തടുത്ത് സീറ്റ് വരുന്നു. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറയാമെന്ന്, എനിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ അവൻ പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ്റെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഹൈക്കോർട്ട് ഓഫ് കേരള ജഡ്ജായിരിക്കുന്ന ഹോണറബിൾ ജസ്റ്റിസ് പി എം മനോജ് സാറായിരുന്നു. The robe you wear is intended to protect the citizens. You are the voice for the voiceless and the defender for the defenseless. എല്ലാവരുടെയും സ്പീച്ചിനൊക്കെ ശേഷം ഞങ്ങളെ കൊണ്ട് ഓത്ത് എടുപ്പിച്ചു. I do solemnly declare that I will bear true faith and allegiance to the Constitution of India. I will endeavor to uphold the traditions, privileges and dignity of the legal profession, and that I will loyally and faithfully discharge the duties of an advocate to the best of my knowledge and judgment. അതിനുശേഷം ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്ന ചടങ്ങായിരുന്നു ഗൈസ്. ഇവിടെ ഒരു സംഭവം ഉണ്ടായി ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഓത്ത് ഫോമും ഡിക്ലറേഷൻ ഫോമും ഒരേപോലെയായിരുന്നു. അപ്പോൾ ഇത് രണ്ടും പ്രിൻ്റ് എടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഓത്ത് ഫോം മാത്രം പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നു. ഇനി എന്നാ ചെയ്യും കർത്താവെ എന്നോർത്തിരുന്നപ്പോഴാണ് എന്തോ ഭാഗ്യത്തിന് എൻ്റെ അടുത്തിരുന്ന നീലകണ്ഠ പ്രസാദ് എന്ന് പറഞ്ഞ സാറിൻ്റെ കയ്യിൽ ഡിക്ലറേഷൻ ഫോമിൻ്റെ ഒരു എക്സ്ട്രാ കോപ്പി കൂടി ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ആ സാറ് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഒരു കോപ്പി ഉണ്ട്, ഞാൻ എല്ലാത്തിൻ്റെ എക്സ്ട്രാ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അതിലാണെങ്കിൽ പേര് നമ്മൾ തന്നെ എഴുതി വെച്ചാലും മതി, അതും ഒരു ഉപകാരമായി. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു ഗൈസ്.
അലീന ഹെന്ന ചാക്കോ. അലീന ഹെന്ന ചാക്കോ enrolled. നീലകണ്ഠ പ്രസാദ് കെ. നീലകണ്ഠ പ്രസാദ് കെ enrolled. ജോയൽ ജോൺ. Jubin Ashri KK enrolled. ധ്യാൻ. Jan enrolled. നിതിൻ തോമസ്. Nitin Thomas enrolled. ശ്രീകുട്ടി സി. Elena Sunil enrolled. വനജ വി ആർ. Vanaja Via enrolled. ആരോമൽ വി എസ്. Ceremony. It gives great pleasure to address you all for the first time as advocates. Congratulations to all the newly enrolled advocates. May your journey in the legal profession be guided by knowledge, integrity, courage, and a constant commitment to justice. ശേഷം നാഷണൽ ആന്തം ഉണ്ടായിരുന്നു. അതോടുകൂടി ഈ സെക്ഷൻ അവസാനിച്ചു. ഇനി അടുത്ത സെക്ഷൻ ഉണ്ട്. അത് 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് പുറത്ത് കിടക്കണമായിരുന്നു. You can leave the auditorium. Gate number 5. Fifth ഗേറ്റിലൂടെ എല്ലാവരും എക്സിറ്റ് ചെയ്യണം. സീറ്റ്സ് ഡിസ്ലൊക്കേറ്റ് ചെയ്യാതെ നോക്കണം. Take all your belongings. നമ്മൾ പുറത്തിറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ദി ഗൈസ് അലീജാൻ്റെ ആൾക്കാർ ഒരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവന്നു തന്നു. ഞാൻ അലീജാനിൽ നിന്നായിരുന്നു എൻ്റെ യൂണിഫോം ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ അവരുടെ ഗിഫ്റ്റും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചേച്ചി അപ്പം കൂടെ വാങ്ങിച്ചു തന്നാണ്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു സാധനമാണ്, പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കിട്ടുമെന്ന്. ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. ഞങ്ങൾ എന്നെ ഈ പറയണമെന്നല്ല നിങ്ങൾ ഈ നോക്കുന്നത്, വേറൊന്നുമില്ല ഗൈസ്. ഞങ്ങൾ പണ്ട് തൊട്ടേ എങ്ങനെയാണ് ഇങ്ങനെ സന്തോഷമൊക്കെ വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുശാന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. വേറൊന്നുമില്ല, ഞാൻ എൻറോൾ ചെയ്യുന്നതിൻ്റെ സന്തോഷത്തിൽ എന്നെ വക്കീലമ്മച്ചി എന്നൊക്കെ വിളിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചു, റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വാട്ടർ മെട്രോയിൽ കയറി വെറുതെ ഫോർട്ട് കൊച്ചി വരെ പോയി. നല്ല മഴയൊക്കെ ആയിരുന്നു, എന്നാലും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഒരു ദിവസം ഉണ്ടല്ലോ, വെറുതെ കളയേണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നേരെ മട്ടാഞ്ചേരിക്ക് വിട്ടു. അവിടെ ജൂ ടൗണിൽ പോയി. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. എങ്കിലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നിന്നിട്ട് തിരിച്ചു പോന്നു. ശേഷം നമ്മൾ മട്ടാഞ്ചേരിയിൽ നിന്ന് മെട്രോ കയറി തിരിച്ച് റൂമിലെത്തി സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. ഗൈസ് മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾക്ക് ഈ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര മെമ്മറബിളായിട്ട് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.